serious. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോബിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ടെക് പരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിലൊക്കെ നമ്മൾ ഒരു ബസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ? എന്നാ കാണിക്കുന്ന മുമ്പായിട്ട് ഞാൻ ഒരു ലോറി ഉണ്ടാക്കിയിട്ടുണ്ട്, തടി ലോറി. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം മൊത്തം. അതുപോലെ തന്നെ എല്ലാം എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുതരാം. ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് കണ്ടില്ലേ, ഈ ലോറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഫസ്റ്റായിട്ട് ഇതൊക്കെ 2 പാർട്സാണ്. ഇതൊക്കെ കുറേ പാർട്സ്, 10-30 പാർട്സൊക്കെ ഇതിന് പാർട്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ട് കണ്ടില്ലേ, അതിലൂടെയൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു പാർട്സാണ്, ഇതൊരു പാർട്സ്, പിന്നെ ഇതൊക്കെ വേറെ പാർട്സാണ്. കണ്ടില്ലേ? അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ നമുക്കിത് എല്ലാം വേറെ പാർട്സാണ്. പിന്നെ ഇതുപോലെ ദേശീയ പതാകയുടെ ഒരു കൊടി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മുടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കണ്ടില്ലേ. പിന്നെ നമ്മുടെ സാധനം കെട്ടുന്ന ഡിക്കി, ഇതൊക്കെ ഇതുപോലെ അടച്ചൊക്കെ വെക്കാം, പിന്നെ തുറന്നിടാം. പിന്നെ നമ്മുടെ ടയറെന്ന് വെച്ച് ഈ ട്യൂബ് ഫസ്റ്റ് നമ്മൾ കാർബോൺ കൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ട്യൂബ് കൊണ്ട് സൈഡിലൊക്കെ ഒട്ടിക്കണം. ട്യൂബ് കൊണ്ട് ഒട്ടിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് വെട്ടിയിട്ട് ഞാൻ ഊരിയൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു ടയറിൻ്റെ ഒരു ഷേപ്പിൽ ഇതൊക്കെ വെട്ടി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ച് വെക്കാം, പിന്നെ കുത്തി വെക്കാം. കണ്ടില്ലേ? അപ്പോൾ അതിനിട്ട് ഇത് കണ്ടില്ലേ, ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ പേപ്പർ കൊണ്ട് തന്നെ വെച്ചൊക്കെ ചെയ്തേക്കുന്നത്. ലൈറ്റ് സെറ്റിങ്സ് ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പെയിൻറ്റിങ് വർക്ക് കുറേ എടുത്തൊക്കെ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. സ്റ്റിക്കർ വർക്കൊന്നുമല്ല, ഞാൻ തന്നെ പേപ്പർ വരച്ചെടുത്തിട്ട് ഞാൻ തന്നെ സ്കെച്ചും കൊണ്ടൊക്കെ ചെയ്തെടുത്താണ്. നിങ്ങൾക്കിതേ കണ്ടില്ലേ? പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് നോക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ വേറെ പാർട്സാണ്. കുറേ പാർട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ലോറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്ന നമ്മുടെ ബസ് ഒന്ന് നോക്കിയാലോ? ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്ന അടിപൊളിയായിട്ടുള്ള നമ്മൾ എക്സ്പ്ലോർഡ് ബസ്സാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ബസ് നമ്മൾ നോക്കാൻ പോവാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ബസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. കണ്ടില്ലേ, മൊത്തം നമ്മൾ പണിയൊക്കെ ക്ലീൻ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇതൊക്കെ നമ്മൾ തന്നെ സ്റ്റിക്കർ വർക്ക് നമ്മളായിട്ട് തന്നെ ചെയ്തെടുത്തതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അളവ് നമ്മൾ ഫസ്റ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അളവ് കണ്ടില്ലേ, ഇതിൻ്റെ അളവ് നമ്മൾ ഫസ്റ്റ് പേപ്പർ ഒട്ടിച്ച് ഇതിൻ്റെ ഈ ടയറിൻ്റെ ഈ ഭാഗമായിട്ട് നമ്മൾക്ക് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ പതിയെ ഒരു 1.5 മണിക്കൂറെങ്കിലും ഇതിന് ഞാൻ ചിലവെടുത്ത് കാണും സമയം. കണ്ടില്ലേ, ഇതിന് സ്കെച്ച് കൊണ്ട് ഞാൻ ഫസ്റ്റൊക്കെ വരച്ച് ഡിസൈനൊക്കെ ചെയ്തെടുത്താണ്. ഗജവീര എന്ന ഒരു ബസ്സാണ്. കണ്ടില്ലേ? പിന്നെ ഈ സൈഡും അതേപോലെ തന്നെ ഇപ്പം എന്നാ ഒരു പാടെന്ന് വെച്ചാൽ ഈ സൈഡ് പോലെ തന്നെ ഈ സൈഡും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ സൈഡ് ഒരേപോലെ ഇരിക്കണം, അതേപോലെ തന്നെ ഈ സൈഡും ഇരിക്കണം. അതായിരുന്നു ഒത്തിരി ടാസ്ക് ആയിട്ടുള്ളായിരുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 8 കാലിയാണ്. നമ്മുടെ 8 കാലി ഡിസൈനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. 8 കാലി ഡിസൈനിന്
ഇത് ഞാൻ പേപ്പറിൽ ഇതിൻ്റെ അളവിൽ ഞാൻ എടുത്തു. ഇതിൻ്റെ അളവ് എടുത്തിട്ട് ഞാൻ അതിനകത്ത് വരച്ചെടുത്തു. എട്ടുകാലി മൊത്തം വരച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഈ തെർമോക്കോൾ കട്ടറും വെച്ച് പതിയെ ഇരുന്ന് അതിന് ഭയങ്കര പണിയായിരുന്നു. അരമണിക്കൂറെങ്കിലും എടുത്തു. അതുപോലെ പതിയെ മുറിച്ചെടുത്ത് അതിന് ഞാൻ പെയിൻറ്റിങ് ചെയ്ത് ഞാൻ തന്നെ സ്റ്റിക്കറൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ അടുത്ത് നമ്മൾ ജെല്ലായിട്ട് വരുന്നത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് തന്നെ നമ്മളിങ്ങനെ മേളിത്തെ ഭാഗം മാത്രം ഇങ്ങനെ ചതുരമായിട്ട് നമുക്ക് എത്ര ഇത് വേണോ അത്ര ചതുരമായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് മേളിൽ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നമുക്ക് ജെല്ല് കിട്ടും. അതിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുത്തിട്ട് ബാക്കി നമ്മുടെ ഇതൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ഫുള്ളായിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കാണിക്കാത്ത ഒന്ന് ഇത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ലഗേജ് സാധനം വെക്കുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ടയറൊക്കെ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തിട്ട് കുഞ്ഞൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് അകത്ത് വെച്ച് നമുക്ക് ടയറിൻ്റെ ലുക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറാണ്. ഇത് നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മുടെ ഫോം ഷീറ്റ് കുറച്ച് നമ്മുടെ ഫോം ഷീറ്റ് ഇരുന്നായിരുന്നു, അതെടുത്ത് നമ്മൾ ചെയ്ത് വെച്ചിരുന്നതാണ്. ചെയ്തിട്ട് അതിൽ ഈ പൊങ്ങിയിരിക്കുന്ന സ്ക്രൂ പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ബഡ്സിൻ്റെ ഒരു പൈപ്പ് പോലെ ഇല്ലേ, അപ്പോൾ അത് നമ്മളിങ്ങനെ കിഴുത്തിട്ടിട്ട് നമ്മൾ എത്ര ഇത് വേണോ അത്ര അളവ് നമ്മൾ കുത്തി വെട്ടിയെടുത്തിട്ട് ഒരു സ്ക്രൂവിൻ്റെ ഒരു മോഡലായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണിക്കാവുന്ന ഫ്രണ്ടാണ്, കണ്ടില്ലേ. ഇതേ നമ്മുടെ ഫ്രണ്ടാണ്, കണ്ടില്ലേ. ഇവിടെ നമ്മുടെ ഗജവീര എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ. ഗജവീര നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടില്ലേ, ഇവിടെ ഗജവീരാന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്, ഗജവീരാന്ന്. പിന്നെ ഇവിടെ നമ്മൾ എക്സ്പ്ലോർഡ് എന്നുള്ള തന്നെ നമ്മൾ തന്നെ സ്റ്റിക്കർ ഒന്ന് നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ ചെയ്തെടുത്ത് തന്നല്ല, നമ്മൾ തന്നെ പേപ്പർ നമ്മൾ തന്നെ വരച്ച് നമ്മൾ തന്നെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതാണ്. പിന്നെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഫോം ഷീറ്റ് കൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡും കൂടി ചെയ്യാം. കാർഡ്ബോർഡും കൊണ്ട് ചെയ്താൽ അത്ര ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ ഫോം ഷീറ്റ് കൊണ്ട് നമ്മൾ ഇത്രയും ചെയ്തെടുത്താണ്. കാർഡ്ബോർഡും കൊണ്ട് ചെയ്താൽ നല്ല ഫിനിഷിങ് വരും. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടില്ലേ. ഇത് നമ്മുടെ സീറ്റ്. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചിന്റെ ആ ഭാഗം പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ ജനലൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ് ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഈ ഗ്ലാസ് ഒന്ന് ഈ ഒരു പേപ്പർ ഗ്ലാസ് പോലെ ആയിരിക്കും, അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ തന്നെ ഒടിച്ചെടുത്താണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കഥയൊക്കെ നമുക്ക് ഇത് കണ്ടില്ലേ തുറക്കാനൊക്കെ പറ്റും, കണ്ടില്ലേ. നമ്മുടെ സ്റ്റെപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടില്ലേ സ്റ്റെപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഇവിടെ ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ സൈഡ് കാണാം. ഇത് ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ നമ്മളിത് ഇവിടെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡോറിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നോളൂ നമ്മുടെ കഥകൾ, കണ്ടില്ലേ. ഇതിൻ്റെ ഈ മൂല മാത്രം ഞാൻ ഫോം ഷീറ്റ് കൊണ്ട് കുറച്ച് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചിട്ട് ഞാനിത് ഇതുപോലെ ഞാൻ കത്തിയും കൊണ്ട് ഫിനിഷിങ് ആക്കിയിട്ട് ഈ സാൻഡ് പേപ്പറും കൊണ്ട് ഞാൻ ഉറച്ച് സെറ്റാക്കി എടുത്താണ്, കണ്ടില്ലേ. ഈ സൈഡ് അതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഗ്ലാസും ഈ കണ്ണാടിയില്ലേ, ഈ കണ്ണാടിയും ഞാൻ ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്താണ്, കണ്ടില്ലേ. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് അടുത്ത് ഒന്ന് കാണിക്കാം, മൊത്തമായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചുറ്റി ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഇതെൻ്റെ ഇതിൻ്റെ മേളിലത്തെ ഭാഗം. ഫ്രണ്ട്സ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് ആണ്. ലൈറ്റ് സെറ്റിങ്സ് ആകുമ്പോൾ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു വേറെ ആയിട്ട് നമ്മൾ ഈ 3 നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഇതിലൊക്കെ ചെയ്ത് ഈ ഒരു കമ്പി വെച്ച് ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാർഡ്ബോർഡും വെച്ച് നമ്മൾ ഒട്ടിച്ച് ഒരു ലുക്ക് ലൈറ്റിൻ്റെ ലുക്കായിട്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഇതുവഴിയാണ് ഞാൻ വിട്ടേക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കണ്ടില്ലേ. ഇതുവഴിയാണ് വിട്ടേക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടില്ലേ, കാണാൻ പറ്റുന്നത് കണ്ടില്ലേ. വയറ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ മുകളിലത്തെ ഇവിടെ ഈ ലൈറ്റിൻ്റെ ഇതിൻ്റെ മൊത്തം വയറ് ഇതാണ് നമ്മൾ വിട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് മൊത്തം നമ്മുടെ ബാറ്ററി വെച്ചേക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഒന്ന് സീക്രട്ട് ആയിട്ട് അത് നമ്മൾ സെറ്റ് അടിപൊളിയാണ്. നമ്മുടെ ലഗേജ് വെക്കുന്ന അവരായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മളെവിടെയെങ്കിലും ടൂർ പോവുകയാണെങ്കിലോ നമുക്ക് ലഗേജൊക്കെ വെക്കണ്ടേ, അപ്പോൾ അവിടെയാണ് നമ്മൾ ബാറ്ററി വെച്ചേക്കുന്നത്. ബാറ്ററി നമ്മളിത് ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ലോക്ക് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിക്കാം. ബാറ്ററി വെച്ചേക്കുന്ന സൈഡ് ഇതുപോലെ നമ്മളൊരു കമ്പി വെച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുറക്കാൻ പോവാണ്, കണ്ടില്ലേ ഫ്രണ്ട്സ്. ഇവിടെയാണ് നമ്മൾ ബാറ്ററി വെച്ചേക്കുന്നത്. ഇത് നമ്മളൊരു ചതുരമായിട്ട് കാർഡ്ബോർഡ് കൊണ്ടൊക്കെ വെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടാണ്. അതിൻ്റെ അകത്ത് നമ്മളിത് സിൽവർ പേപ്പർ നമ്മൾ ഒട്ടിച്ചിട്ട് നമുക്കൊരു ലുക്കിന് വേണ്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി തീർന്നെങ്കിൽ നമുക്കിത് ഇതുപോലെ നമുക്ക് ചെയ്തിട്ട് കണ്ടില്ലേ ബാറ്ററി നമുക്ക് എടുത്തിട്ട് വേറെ ബാറ്ററി നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ബാറ്ററി വേറെ പുത്തൻ ബാറ്ററി നമുക്ക് വെക്കണമെങ്കിലും ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്ക് ബസ്സിന് ഒരു കുഴപ്പമാകത്തില്ല. നമ്മൾ നല്ലതായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്.
കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2 ബാറ്ററി നമുക്ക് ഇതിന് ആവശ്യപ്പെട്ടു. 2 ബാറ്ററി ഇതിന് ആവശ്യപ്പെട്ടു. പിന്നെ ഇപ്പുറത്തൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ ഇതിൻ്റെ എല്ലാ ലൈറ്റും കത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഇതിൻ്റെ ലൈറ്റിൻ്റെ അതായിട്ട്. പിന്നെ നമ്മൾ ലോക്കായിട്ട് ഇതുപോലത്തെ ഒരു കമ്പി വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വലിച്ചത് ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഒരു കോമഡിയാണ് ഈ ലോക്ക് കാണുമ്പോൾ. കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ലൈറ്റ് കത്തിച്ച് നോക്കിയാലോ? എന്നാ ഫ്രണ്ട്സ്, ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള ലൈറ്റും കൂടെ നിങ്ങൾക്ക് കത്തിച്ച് കാണിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലൈറ്റ് വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കത്താൻ പോകുന്നത് ഭയങ്കരമായിരിക്കും. കണ്ടില്ലേ ഫ്രണ്ട്സ്? ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, പിന്നെ ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് കത്തുന്നുണ്ട്. കണ്ടില്ലേ? നല്ല രസമില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കാണുവാണെങ്കിൽ, നമുക്ക് ഇരുട്ടത്ത് കാണുവാണെങ്കിൽ എന്ത് രസമായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇരുട്ടത്തൊന്ന് കണ്ടു നോക്കിയാലോ? എന്നാ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ലൈറ്റ് ഒന്ന് കത്തി നോക്കിയാലോ? അപ്പോൾ സുജിത്ത് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് കത്തിയാണ്, എൻ്റെ മുഖമൊന്നും കാണത്തില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് കത്തിക്കാൻ പോകുന്നത് അകത്തുള്ള ഇതിൻ്റെ ഗ്ലാസിൻ്റെ അകത്തും പിന്നെ ഇതിൻ്റെ മേളിലത്തെ ലൈറ്റുമാണ്. നമുക്കൊന്ന് കത്തിച്ചാലോ? ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കത്തിക്കുമ്പോൾ അടിപൊളിയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഹെഡ് ലൈറ്റും പിന്നെ ഇതിൻ്റെ സൈഡ് ലൈറ്റൊക്കെ കത്തിക്കുമ്പോഴോ നല്ല രസമായിരിക്കാം. ഇത് കണ്ടില്ലേ? ഇപ്പം തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റൊക്കെ നല്ലതായിട്ട് കത്തുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ നല്ലതായിട്ട് കാണാമായിരിക്കും തോന്നുന്നു. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഹെഡ് ലൈറ്റ് ഒക്കെ നമുക്കൊന്ന് കത്തിച്ച് നോക്കിയാലോ? ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, അടിപൊളിയല്ലേ നമ്മുടെ ഹെഡ് ലൈറ്റ്? അതെ, സൈഡിൽ നമ്മൾ ഈ 2 ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. കണ്ടില്ലേ? ഈ 2 ലൈറ്റും പിന്നെ ഈ 2 ലൈറ്റും പിന്നെ മേളിൽ ലൈറ്റും പിന്നെ ഗ്ലാസ്സിൽ നമ്മളൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിററാണ്, കണ്ണാടി. പിന്നെ നമുക്കിത് കഥയൊക്കെ തുറന്നു നോക്കുകയാണെങ്കിൽ നല്ല ലുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നമുക്കത് ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ? സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് കത്തുന്നതായിരിക്കും. സ്വിച്ചൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കാണിക്കതേ. ഇത് മൊത്തം നമ്മുടെ സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇപ്പോൾ മൊത്തം ഓഫ് ചെയ്തു. സ്വിച്ച് കാണുന്നുണ്ടോ? സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമുക്കിത് ഇതുപോലെ ലൈറ്റും കത്തും നമുക്ക്. പിന്നെ ഈ സ്വിച്ച് ഇടുമ്പോൾ നമുക്കിത് ഫ്രണ്ടിലത്തെ ലൈറ്റും കൂടെ നമുക്ക് ഹെഡ് ലൈറ്റൊക്കെ കത്തും. കണ്ടില്ലേ? ഈ സ്വിച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റൊക്കെ കത്തും. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സ്വിച്ച് ഇടുന്നതും ഓഫ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. സ്വിച്ച് ലൈറ്റ് ഒന്ന് ഇട്ടാ. ഓക്കെ, അവൻ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? അടിപൊളിയല്ലേ നമ്മുടെ ലൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ലോറി നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല ഫ്രണ്ട്സ്? അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാക്ക്, നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗം. നമുക്ക് കുറേ നമ്മുടെ ടയറൊക്കെ പഞ്ചറായ ടയറൊക്കെ മേളിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആനയൊക്കെ നമ്മൾ പെയിൻറ്റിങ് നമ്മൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബസ് നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലേ? ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കടയൊക്കെ തുറന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് പിന്നെ ഇതിൻ്റെ ഭാഗം ഇതൊക്കെ തുറന്നിട്ട് നമുക്ക് ഇതേ ചുമ്മാ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഇത് അടിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഭാഗവും ലോക്ക് ചെയ്ത് വെക്കാം. സ്വിച്ച് ഓണായി പോയി ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. എനിക്ക് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.